നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. മദ്യപ സംഘത്തിന്റെ അടിയേറ്റ് BMS പ്രവർത്തകൻ മരിച്ചു. മരിച്ചത് കടക്കാമൺ സ്വദേശി മുരുകൻ. കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ സെമിനാറും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് അഗസ്ത്യക്കോട് നിവാസികൾ. വാർത്തകൾ വിശദമായി. മദ്യപ സംഘത്തിന്റെ അടിയേറ്റ് BMS പ്രവർത്തകൻ മരിച്ചു. പത്തനാപുരം കടക്കാമൺ അംബേദ്കർ കോളനിയിൽ മുരുകനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരം കടക്കാമൺ പമ്പ് ഹൌസിന് സമീപത്ത് വെച്ചും വെയിറ്റിംഗ് ഷെഡിൽ വെച്ചും മദ്യലഹരിയിലായിരുന്ന കടക്കാമൺ സ്വദേശികളായ മനോജ്, രവി എന്നിവർ മുരുകനെ മർദ്ദിച്ചിരുന്നു. അടിപിടിക്കിടെ മുരുകനെ തള്ളി താഴെയിടുകയും ചെയ്തു. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്ക് ക്ഷതം സംഭവിച്ച് ബോധരഹിതനായ മുരുകനെ രവിയും മനോജും ഉൾപ്പെടെ ബന്ധുക്കളും ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. മനോജ് പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിനു ശേഷം രവി ഒളിവിൽ പോയി. പ്രതികൾക്ക് ചില രാഷ്ട്രീയ നേതാക്കൾ സംരക്ഷണം നൽകുന്നതായി BJP ആരോപിച്ചു. പ്രദേശത്തെ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇത് ശരിയായ മരണമല്ല, ഇത് ദുരൂഹതയുണ്ട്. അത് നിങ്ങൾ ശരിയായിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അന്വേഷിക്കണം. ശരിയായിട്ട് ഇതിന്റെ ആൾക്കാരാരാന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കുകയും വേണം. ഒരാളെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഇനി ബാക്കി 3-4 പേരുണ്ടെന്ന് പറയുന്നു. നമുക്കൊന്നും അറിയത്തില്ല. കുഴഞ്ഞു വീണ മരിച്ചു എന്നാണ് അല്ലാതെ വേറെ രീതിയിലാണ് പറയുന്നത്. അത് സത്യമുണ്ടോ? ഒന്നും അറിയാൻ പാടില്ല. ദുരൂഹതയുണ്ട്. കാരണം അന്നേരം ആ സമയത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അരമണിക്കൂറിനകം മരിച്ചെന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മേളിലോട്ട് നല്ലൊരു നടപടി എടുത്ത് ഇതിന്റെ എന്തുവാ എന്നുള്ളതും ഞങ്ങൾക്ക് ഇതിന്റെ കല്ലും നെല്ലും തിരിച്ച് അറിയണം. കാരണം അവന് 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ഒരു പെണ്ണുപിള്ളയുണ്ട്. ഒന്നും ആവാതെ പറക്കാൻ പറ്റാത്ത പിള്ളേര്, അതിനെ ഒരു കരയിൽ എത്തിക്കാത്തതാ. അപ്പൊ ഞങ്ങൾക്കിത് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അപ്പൊ അതിന്റെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സംസ്കാരം ബുധനാഴ്ച ഉച്ചയോടെ വീട്ടുവളപ്പിൽ നടക്കും. സുശീലയാണ് ഭാര്യ. സുജിത, സുമിത എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രാമായണ മാസാചരണത്തിൽ രാമായണ സന്ധ്യകൾക്കും പ്രഭാഷണങ്ങൾക്കും വലിയ പങ്കാണുള്ളതെന്ന് ആത്മീയ പ്രഭാഷകൻ ആമണീശ്വരം ഷൺമുഖാനന്ദൻ പറഞ്ഞു. ഒരു മകന്റെയും മരുമകളുടെയും സഹോദരന്റെയുമെല്ലാം ധർമ്മം പഠിപ്പിക്കുന്ന രാമായണത്തിന് രക്ഷാകർത്താക്കളുടെയും മകന്റെയും മരുമകളുടെയും സഹോദരന്റെയുമെല്ലാം ധർമ്മം പഠിപ്പിക്കുന്ന രാമായണത്തിന് ഇന്നുള്ള പ്രസക്തി വളരെ വലുതാണെന്നും സ്വത്തിനും പണത്തിനും വേണ്ടി തമ്മിൽ തല്ലുന്ന പുതുതലമുറ രാമായണത്തിൽ നിന്നുള്ള സാഹോദര്യം മാതൃകയാക്കണമെന്നും പ്രമുഖ ആത്മീയ പ്രഭാഷകനായ ആവണീശ്വരം ഷൺമുഖാനന്ദൻ പറയുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്ഞാനം കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ജീവിതത്തെ വിജയം വരിക്കുക എന്നതാണ് രാമന്റെ സന്ദേശം. നമ്മളെല്ലാം പുരാണങ്ങൾ, രാമായണങ്ങൾ വായിക്കുന്നു. അതിൽ കൂടി കിട്ടുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മൂർത്തിയ ഭാവമാണ്. ഭാര്യ എന്ന് പറയുമ്പോഴേ ഭർത്താവിനെ പരിപാലിക്കുന്നവളാണ് ഭാര്യ. അതുപോലെ തന്നെ രാമൻ പിതാവിന്റെ അനുസരിക്കുന്ന, പിതാവിന്റെ ധർമ്മത്തെ അനുസരിക്കുന്ന, പിതാവിന്റെ വാക്കുകളെ സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യുന്ന സമയത്താണ് ഭരതനെ രാജ്യവും ശ്രീരാമന് 14 വർഷം വനവാസവും എന്ന് പറയുമ്പോഴേ ഈ കാലഘട്ടത്തിൽ സ്വത്തിനു വേണ്ടി സഹോദരങ്ങളെയും പിതാവിനെ പോലും നിഗ്രഹിക്കുന്നതായി നാം പത്രവാർത്തകളിൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ കാണാം. ആ അവസരത്തിൽ പോലും ധർമ്മത്തിനെയും സത്യത്തിനെയും സ്നേഹത്തിനെയും വില കൽപ്പിച്ചുകൊണ്ട് അതിനെ പരിപാലിക്കുവാൻ വേണ്ടി ശ്രീരാമൻ ചെയ്ത യാത്രയാണ് രാമായണം, രാമന്റെ അയനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളാണ് രാമായണം ചർച്ച ചെയ്യുന്നത്. രാമായണ മാസത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും രാമനും രാമായണവും ഏറെ പ്രസക്തമാണെന്നും ഷൺമുഖാനന്ദൻ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് പല പരിഷ്കാരങ്ങളും പ്രാവർത്തികമാകാത്തതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. പത്തനാപുരം പുറമന്തൂർ പഞ്ചായത്തിൽ ലക്ഷ്യങ്ങളായി സ്ഥിരമായി താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കൈവശ ഭൂമിക്ക് പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവീസ് സംബന്ധിച്ച അപാകതകൾ അധികൃതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള താലൂക്ക് ഓഫീസ് മാർച്ച് പത്തനാപുരം മണ്ഡലത്തിന്റെ 4 പഞ്ചായത്തുകൾ, പഴയ മണ്ഡലത്തിന്റെ 4 പഞ്ചായത്തുകൾ, ഇപ്പോൾ വരുമ്പോൾ 2 പഞ്ചായത്ത്,
പത്തനാപുരവും പിറവന്തൂർ പഞ്ചായത്തും വനമേഖലയാണ്. മറ്റു സ്ഥലങ്ങളിൽ കനാൽ പുറമ്പോക്ക് ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് കൂടുതലും വനമേഖലയാണ്. ആ വനമേഖലയിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും മഴയും മഞ്ഞും വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റവും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ വനം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തിരുന്ന നിരവധി കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് അതിന് പട്ടയം കൊടുക്കുന്നതിന് വരുത്തുന്ന കാലതാമസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ദേവസ്വം ഭൂമിയിലും കനാൽ പുറമ്പോക്കിലും വർഷങ്ങളായി താമസിച്ചു വരുന്നവർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും റീസർവേ അപാകതകൾ പരിഹരിക്കണമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രകാശ് ബാബു. അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി രാജേഷ് അധ്യക്ഷനായിരുന്നു. പാർട്ടി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, ജില്ലാ കൌൺസിൽ അംഗം കെ വാസുദേവൻ, സിപിഐ മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ, കിസാൻ സഭ വനിതാ സംഘം മണ്ഡലം പ്രസിഡന്റ് സുനിത രാജേഷ്, നേതാക്കളായ എസ് എം ഷെരീഫ്, രഞ്ജിത്ത് ബാബു, കെ അശോകൻ നായർ, കെ പി രാജു, അജിൻ, വിഷ്ണു, കെ തങ്കപ്പൻപിള്ള, ഇ കെ നളിനാക്ഷൻ, നജ്മുനിസ, ആനന്ദവല്ലി, സുബ്രഹ്മണ്യൻ, എ കെ കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. ജീവകാരുണ്യ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന അഞ്ചൽ ശ്രീമാതാ ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സാ ധനസഹായങ്ങളും വിദ്യാഭ്യാസ ധനസഹായങ്ങളും വിതരണം ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളിലൊന്ന് മറ്റുള്ളവരുടെ ദുരിതവും പ്രയാസവും അകറ്റാൻ ഒരു കൈത്താൽ നൽകാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സന്നദ്ധ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് സമൂഹത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകറ്റുന്ന ആളുകൾക്ക് അല്പം ആശ്വാസവും സാമീപ്യവും നൽകിയിട്ടുണ്ട്. കെ വി പ്രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സൊസൈറ്റി സെക്രട്ടറി അനിൽ പന്തപ്ലാവ് അധ്യക്ഷനായി. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാട്ടിലെ സേവന തൽപരരായ ഒട്ടനവധി ആളുകൾ, ഒട്ടനവധി ക്ഷേമ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ ഇവിടെ വിവിധ രൂപത്തിലുള്ള ധനസഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ബിജെപി നിയോജകമണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു, സൊസൈറ്റി ഭാരവാഹികളായ ജോബി, അരുൺ കോട്ടുക്കൽ, ഗോപകുമാർ, വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU-വിന്റെ 12ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് പുനലൂർ രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുതലാളിത്ത ഭൂപ്രഭുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള തോട്ടം മേഖലയും ഉണ്ട്. 1957 ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 6ാമത്തെ ദിവസം ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. 5 കഴിഞ്ഞിട്ട് 6, 7, 8, 9, 10 5 ദിവസങ്ങൾ. 6ാമത്തെ ദിവസം 11-ാം തീയതി ഈ ഇന്ത്യൻ ചരിത്രകാര്യമായിട്ട് ഇന്ത്യൻ ചരിത്രകാര്യമായി ഗവൺമെന്റ് കാർഷിക മേഖലയിലെ വലിയ ഒരു വിഭാഗം വരുന്ന ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്പാദക ശക്തിയായ പാവപ്പെട്ട കുടിയേറ്റക്കാർക്ക് വേണ്ടി വ്യക്തിയോടുകൂടി ഒരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസിനാണ് നിങ്ങൾ അറിയുന്നത് പോലെ അതിന്റെ പേരാണ് ഇനി ആരെയും ഒളിപ്പിക്കരുത് വിരുദ്ധ ഓർഡിനൻസ്.
പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിമിരരഹിത പുനലൂർ നഗരസഭ എന്ന മുദ്രാവാക്യമുയർത്തി ലയൺസ് ക്ലബ്ബ് ഓഫ് പുനലൂർ ഗ്രേറ്ററും പുനലൂർ നഗരസഭയും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയും ചേർന്ന് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 520 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ് നടന്നത്. ക്യാമ്പിൽ 520 പേർ പങ്കെടുത്തു. ഇതിൽ 62 പേരെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം തിമിര ശസ്ത്രക്രിയയ്ക്കായി അയച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് പുനലൂർ ഗ്രേറ്റർ പ്രസിഡന്റ് പ്രജിൽ പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ വനം വകുപ്പ് മന്ത്രി K രാജു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 62 പേരെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തിരുനെൽവേലിക്ക് അയക്കുകയും ചെയ്തു. അല്ലേ? അപ്പോൾ തിമിരം കണ്ടെത്തുകയും ആ തിമിരം ഓപ്പറേഷനിലൂടെ മാറ്റും ചെയ്യേണ്ട സ്ഥിതിയിലെത്തിയ ആളുകളെയാണ് അങ്ങനെ അയക്കുന്നത്. പലപ്പോഴും ഇതെല്ലാം വളരെ എക്സ്പെൻസീവായ ഒരേർപ്പാടാണ് എന്ന് കണ്ടുകൊണ്ട് കണ്ണ് ഏറ്റവും വിലപ്പെട്ട അവയവമാണെങ്കിലും കണ്ണിന്റെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ചെലവ് കൂടും എന്നുള്ളത് കൊണ്ട് ചെയ്യാതിരിക്കുന്ന ചികിത്സ ചെയ്യാതിരിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എല്ലാവരും പൊതുവിലുള്ളതാണ്. അസുഖങ്ങൾ വരാതെ നോക്കുക, വന്നതിന് ശേഷം ചികിത്സിക്കുക, രണ്ടും രണ്ടാണല്ലോ. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ കണ്ണടകൾ സൌജന്യമായി വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് പുനലൂർ ഗ്രേറ്റർ സെക്രട്ടറി ജേക്കബ് ജോർജ്, ട്രഷറർ രാജേഷ് കുമാർ, T മനോജ്, ആന്റണി കോയിത്തറ, SA സലീം, സാബു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. SBI തെമ്മല ശാഖയിൽ ബ്രാഞ്ച് മാനേജർ ഇല്ലാത്തത് ബാങ്കിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ബ്രാഞ്ച് മാനേജരെ ഉടൻ നിയമിക്കണമെന്നും ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായി തെന്മല ബ്രാഞ്ചിൽ മാനേജർ ഇല്ലാത്തതിനാൽ ഇടപാടുകാർ വലയുകയാണ്. പുതിയ മാനേജർ എപ്പോൾ എത്തുമെന്നത് സംബന്ധിച്ച് ബാങ്കിലെ ജീവനക്കാരുടെ അന്വേഷിച്ചാൽ വ്യക്തമായ മറുപടിയും ലഭിക്കുന്നില്ല. ബാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിലേക്ക് ചൂണ്ടി SBI റീജിയണൽ മാനേജരെ ബന്ധപ്പെടാനാണ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ റീജിയണൽ മാനേജരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഉടൻ നിയമനം ഉണ്ടാകുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ബ്രാഞ്ച് മാനേജറുടെ അഭാവം മൂലം വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ ഉള്ള ലോണുകളുടെ കാര്യവും പഴയ ലോൺ പുതുക്കി നൽകലും ഒക്കെ അനിശ്ചിതത്വത്തിലാണ്. ഇതുകൂടാതെ ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലുള്ള തൊഴിലാളികളുടെ നിരവധി അക്കൌണ്ടുകൾ ബ്ലോക്കായതായും ഇവർക്ക് ശമ്പളം കൈപ്പറ്റാൻ കഴിയാത്ത അവസ്ഥയുമാണ് നിലവിലുള്ളത്. ഒപ്പം ബാങ്കിലെ ദൈനംദിന പ്രവർത്തനങ്ങളും ബ്രാഞ്ച് മാനേജറുടെ അഭാവത്തിൽ സുഗമമല്ലാത്ത നിലയിലാണ്. ഇതിനു പുറമെ തെന്മല ശാഖയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ATM-ഉം മിക്കപ്പോഴും പണിമുടക്കുന്ന അവസ്ഥയിലാണ്. മാസങ്ങളായി പ്രവർത്തനരഹിതമായിരുന്ന ATM DYFI പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്കിൽ ബ്രാഞ്ച് മാനേജരെ ഉടൻ നിയമിക്കണമെന്നും ATM കൃത്യമായി പ്രവർത്തിപ്പിക്കണമെന്നും ഇതോടെ ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. മലയോര ഹൈവേക്കെതിരെ പ്രതിഷേധവുമായി അഗസ്ത്യക്കോട് നിവാസികൾ. അധികൃതരുടെ നടപടിക്കെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രദേശവാസികൾ. പത്തനാപുരത്തു നിന്നും ആരംഭിച്ച് പുനലൂർ, അഞ്ചൽ, കുളത്തോപ്പുഴ വഴി മടത്തറ, കൊല്ലായിൽ വരെ നീണ്ടുപോകുന്ന മലയോര ഹൈവേ നിർമ്മിക്കാൻ 2009 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ അഞ്ചലിനെ ബന്ധിപ്പിക്കാതെ അഞ്ചലിൽ നിന്നും 2 കിലോമീറ്റർ മുൻപ് അമ്പലമുക്ക് അഗസ്ത്യക്കോട് വഴി, അഞ്ചലിൽ നിന്നും 2 കിലോമീറ്റർ ശേഷമുള്ള ആലഞ്ചേരിയിലെത്തി ഏരൂർ വഴി കുളത്തൂപ്പുഴയ്ക്ക് മലയോര ഹൈവേ കടത്തിവിടാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. പൊതുവെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് അഗസ്ത്യക്കോട്. ഇതുവഴി റോഡിന് 12 മീറ്ററാക്കി വീതി വർദ്ധിപ്പിക്കുമ്പോൾ വശങ്ങളിലുള്ള നിരവധി വീടുകളും കടകളും പൊളിക്കേണ്ടി വരും. പലർക്കും വീടുകൾ നഷ്ടമാവുകയും ചെയ്യും. വീടുകളും മതിലുകളും നഷ്ടപ്പെടുന്നവർക്ക് അത് പുനർനിർമ്മിച്ചു നൽകുമെന്ന് അധികാരികൾ പറയുമ്പോഴും ഉറപ്പു നൽകാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വില നൽകില്ല എന്ന നിലപാടുമാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരിസരവാസികൾ. അഗസ്ത്യക്കോട് ആലഞ്ചേരി റോഡ് എന്ന് പറയുന്നത് 2.2 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. PWD റോഡായ ഈ അഗസ്ത്യക്കോട് റോഡ് ഒരു മലയോര ഹൈവേ ആയി പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് 12 മീറ്റർ വീതിയാക്കുമെന്നാണ്. ഇപ്പോൾ ആൾറെഡി എല്ലായിടവും
8 മീറ്റർ വീതിയുണ്ട്. അത് 12 മീറ്റർ വീതിയാകുമ്പോൾ ഇവിടെയുള്ള പാവങ്ങൾ താമസിക്കുന്ന പറഞ്ഞാൽ 5 സെന്റ്, 8 സെന്റ്, 3 സെന്റ്, 2 സെന്റിൽ വരെ താമസിക്കുന്ന വീടുകളുണ്ട്. ഈ 2 സെന്റ് നഷ്ടപ്പെടുത്തി അവരെ എങ്ങനെ പാർപ്പിക്കും എന്നുള്ളത് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് അവർക്ക് എവിടെയെങ്കിലും സ്ഥലം കൊടുക്കാം, അല്ലെങ്കിൽ വീടില്ലാത്തവരാരും ജീവിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളോട് തിരിച്ചു ചോദിച്ചത്. പുറത്തുപുഴയ്ക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വരവ്. പക്ഷെ അതിനേക്കാൾ ഷോർട്ട് കട്ടാണ് MLA റോഡ്. ഇതിനേക്കാൾ വീതിയുള്ള ആൾപ്രദേശം കുറഞ്ഞ വസ്തുക്കൾ കൂടുതലുള്ള ഏരിയയാണ് നമ്മുടെ കുരുവിക്കോണം മുതൽ അങ്ങ് ഏരൂർ പഞ്ചായത്ത് ടച്ച് ചെയ്യുന്ന ആ റോഡ്. അത് എടുത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ കൂടെയുള്ള റോഡ്. അതിനകത്ത് എന്തോ സങ്കുചിത മനസ്സതയുണ്ട്. അവർ പറയുന്നത് അത് ഞങ്ങളുടെ 2-3 സെന്റുകളൊക്കെ ഉള്ള വീടുകളെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് കോടികൾ വസ്തുവിന് വില. ഞങ്ങൾ ആരും ഇത് വിൽക്കാനല്ല, ഞങ്ങളുടെ ഈ വസ്തുവിൽ ഞങ്ങളുടെ അച്ഛനമ്മമാര് കാരണവർ സമ്പാദിച്ച ഈ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന വളരെ സ്വസ്ഥവും സമാധാനമായ അഗസ്തേക്കോട് എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ തുച്ഛമായ വസ്തുക്കളെ ഇവിടെ ഉള്ളൂ. അതിൽ ആവശ്യമുള്ള വികസനം ഞങ്ങൾക്ക് ഉണ്ട്, അനിവാര്യമായ വികസനമുണ്ട്. ഇനി ഹൈവേ വന്നിട്ട് ഇവിടെയുള്ള സമാധാന ജീവിതം തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ എതിർത്തിരിക്കും. ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല, അല്ലെങ്കിൽ മരണം വരെ ഞങ്ങൾ സമയം ചെയ്യാനും തയ്യാറാണ്. ലൈവ് വാർത്ത അഞ്ചൽ. മോഡേൺ ലേഡീസ് ക്ലബ് എന്ന ടെലിഫിലിമിന്റെ പൂജ പുനലൂരിൽ നടന്നു. വെട്ടിപ്പുഴ NSS ഹാളിൽ കഴിഞ്ഞ ദിവസമാണ് പൂജ സംഘടിപ്പിച്ചത്. ആഡംബരഭ്രമം ജീവിതത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രമേയമാക്കി ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന ടെലിഫിലിമാണ് മോഡേൺ ലേഡീസ് ക്ലബ്ബ്. മണികണ്ഠൻ തിരുവനന്തപുരം കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്യുന്ന ടെലിഫിലിമിന്റെ പൂജയാണ് കഴിഞ്ഞ ദിവസം പുനലൂർ വെട്ടിത്തിട്ട NSS ഹാളിൽ നടന്നത്. അരമണിക്കൂറാണ് ടെലിഫിലിമിന്റെ ദൈർഘ്യം. പുനലൂർ രാജീവാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചന്ദ്രൻ കൊട്ടാരക്കരയും കവിയത്രി രാധു പുനലൂർ, ടെലിഫിലിം സംവിധായകൻ സുരേഷ് ശിവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചലച്ചിത്ര രംഗത്തെ നിരവധി പ്രമുഖർ ടെലിഫിലിമിൽ പങ്കാളികളാകും. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യപ സംഘത്തിന്റെ അടിയേറ്റ് BMS പ്രവർത്തകൻ മരിച്ചു. മരിച്ചത് കടയ്ക്കാമൺ സ്വദേശി മുരുകൻ. കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ സെമിനാറും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയോര ഹൈവേക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് അഗസ്ത്യക്കോട് നിവാസികൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.